സംഗതി കുറച്ചു നേരം മുമ്പ് പുഴയിൽ കൂടെ നീന്തി തുടിച്ച് നടന്ന മീനാണ്. വല വീശാൻ വേണ്ടി ഒന്ന് പോയേക്കാന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ വലിയത് കിട്ടുവാണെങ്കിൽ ചുടണം, വറക്കണം, കറി വെക്കണം, എന്നെയൊക്കെ. ഹായ് 123 ബ്ലോഗിൻ്റെ പുതിയൊരു ക്യാമ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബായിക്ക് കാണുന്ന കണ്ടോ, പുഴയാ. ഇന്ന് പുഴയിൽ പോയി മീൻ പിടിക്കുന്നു, ക്യാമ്പ് ചെയ്യുന്നു. നല്ല മഴയാണ്, അവിടെ മീൻ കിട്ടുമോന്നൊന്നും അറിയത്തില്ല. നല്ല സൂപ്പർ മഴയായിരുന്നു ഇത്രയും നേരം. പിന്നെ എല്ലാവരും പനിയായിരുന്നോണ്ട് ഇത്രയും ദിവസം ഞങ്ങൾ വരാത്തോണ്ട് എല്ലാവരും ചോദിച്ചുകൊണ്ട് ഇത് നമ്മളൊന്ന് വന്ന് നോക്കിയിട്ടാണ്. ഈ കാണുന്ന പുഴയിലാണ് ഇന്ന് ക്യാമ്പ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, നമ്മളിതേ മുകളിലേക്ക് പോകും. താഴത്തോട്ടല്ല പോകുന്നത്, മുകളിലേക്ക് പോകും. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നടക്കാനുണ്ട്. പുഴയുടെ സൈഡിൽ കണ്ടോ പുല്ല് നട്ട് പിടിപ്പിച്ചേക്കുന്നത്, നല്ല ഭംഗിക്ക് നിൽക്കുക. പുഴയിൽ നല്ല കലക്കവെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. ഭയങ്കര മഴ പെയ്തു. നിഷ ഇങ്ങനെ എട്ടേ പത്തേന്നും പറഞ്ഞ് വിട്ടടിച്ച് പോകുന്നുണ്ട്. പതുക്കെ കടന്നു പോവാം, അത്രേ ഉള്ളൂ വെള്ളം. ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് ദേ ഈ കാട്ടിൽ കൂടെ കയറി അപ്പുറം പോകണം, ആ ഈറ്റക്കാടിനപ്പുറം പോകണം. നിഷ ദേ കാലയിലൊക്കെ ഉപ്പൊക്കെ തേച്ച് മൊത്തം തോട്ടപ്പുഴ എന്ന് പറഞ്ഞാൽ അട്ട. മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് മൊത്തം അട്ടയായി. നല്ല കലക്കവെള്ളവും വന്നിട്ടുണ്ട്. മീൻ കിട്ടുമോ എന്തോന്നൊന്നും അറിയത്തില്ല. കാട്ടിൽ കൂടെ വലിഞ്ഞു കയറുക. ഇവിടെ പിന്നെ പാമ്പ് ശല്യം കുറവായതുകൊണ്ട് അതിനെ അങ്ങനെ പേടിക്കണ്ട. ഈശ്വര, എന്നാ കാടായില്ലേ. അളന്നളന്ന് നടക്കുക ചെരുപ്പേ കൂടെ ആശാന്മാർ. എങ്ങോട്ടാണോ അളന്നളന്ന് പോണേ. എന്താ കുരുമുളക് പൊടിയൊക്കെ നല്ല കായ്ച്ചു വരുന്നു, നല്ല ഭംഗിയായിട്ട്. കുരുമുളകൻ തോട്ടമാണിത്, തോട്ടം. കുരുമുളകൻ തോട്ടത്തിൽ കൂടെ ഞങ്ങൾ പോണേ. അങ്ങനെ ഞങ്ങൾ നടന്ന പുഴയുടെ മറ്റൊരു സൈഡിലെത്തി. ഇവിടുന്ന് മീൻ പിടിക്കാനാണ് ഉദ്ദേശം. ചൂണ്ടയൊക്കെ ഇടണം, അതുപോലെ വലയുണ്ട്. സകല പരിപാടി ഒന്ന് പയറ്റി നോക്കണം. കൊമ്പൻ സ്രാവിനെ പിടിക്കണമെന്നാണ് ആലോചന. കൊമ്പൻ സ്രാവിനെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് നത്തോലിനെ പിടിക്കാം. അങ്ങനെ ഞങ്ങൾ ടെൻറ്റ് വയ്ക്കാനുള്ള സ്ഥലം കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഈ പാറപ്പുറം വലിയ കുഴപ്പമില്ല, നല്ല നിരപ്പുണ്ട്. പിന്നെ മീൻ പിടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാം, ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. നമുക്ക് നേരെ ഫ്രണ്ടിൽ നിന്ന് തന്നെ മീൻ പിടിക്കാം, അല്ലേ എന്നുവെച്ചേ. തോട്ടപ്പുഴു കടിച്ച് കാല് കാണിച്ചേ, എന്താ ഇന്ന് അധികം ക്ലീനിങ് ഒന്നുമില്ല, നല്ല തെളിഞ്ഞ പാറയാ. നമ്മളിച്ചിരി വിറക് നോക്കാൻ പോവുകയാണേ. വിറക് കിട്ടിയില്ല, മഴ പെയ്തത്. ഇതിലൊക്കെ വെള്ളം കയറിയതാ കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പം. ഇന്നിപ്പം പകൽ നല്ല മഴയായിരുന്നു, ഇനി പെയ്യോന്നറിയത്തില്ല. കുറച്ച് മതി, നമുക്കിന്ന് ടെൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ അകത്തിരിക്കുമ്പോൾ പുറത്തൊത്തിരി വിറക് വേണ്ടല്ലോ. വിറക് കിട്ടുമെന്ന് നോക്കട്ടെ. കുറച്ച് വിറക് കിട്ടി, എന്നാൽ അത് മതിയെന്ന് പറയണം. രാത്രിയിലധികം വിറകിൻ്റെ ആവശ്യമില്ലെന്ന് പറയണം. ചെറുതാക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഭംഗിയായിട്ട് കിട്ടിയ കല്ല് വെച്ച ഒരു അടുപ്പങ്ങ് റെഡിയാക്കി. നിഷ ദേ വിറക് ചുവന്നുകൊണ്ട് വരുന്നുണ്ട്. പിന്നെ ടെൻറ്റ് വയ്ക്കാൻ ഈ പാറപ്പുറം കൊള്ളാം.
ഈ പുഴയിൽ നിന്ന് മീൻ പിടിക്കണം. ചൂണ്ടയിട്ട് നോക്കണം രാത്രി. നാടൻ മുഷിയുണ്ട് ഇഷ്ടം പോലെ. അതുകൊണ്ട് രാത്രി ചൂണ്ടയിട്ട് നോക്കിയാൽ എങ്ങനെയാണെന്നറിയാം. വലിയ മീൻ കിട്ടിയാൽ, കൊമ്പൻ സ്രാവിനെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട്. നിഷ വിറകൊക്കെ ഇത് അടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണങ്ങാൻ വെച്ചിരിക്കുക. രാത്രി കത്തിക്കണ്ടേ, അതിന് വേണ്ടി ഉണങ്ങാനുള്ള പരിപാടിക്ക്. വിറകെല്ലാം നനഞ്ഞ് കുതിർന്ന് കിടക്കുക. ഞാൻ പിന്നെ ലൈറ്റുകൾ ശരിയാക്കുമായിരുന്നു, ലൈറ്റ് വെക്കാനുള്ള ലൈറ്റുകൾ. ഇതൊക്കെ കിടിലൻ ലൈറ്റാ. ഒരാളിന്ന് ചൂണ്ടയിടിയിലാണ്. മഴ ആയതുകൊണ്ട് മീൻ കയറി വരുമെന്നും പറഞ്ഞുകൊണ്ട്. കുഞ്ഞി മീൻ വന്ന് തീറ്റ തിന്നിട്ട് പോകുന്നേ. വലുത് വരുന്നതിനും കാണില്ല. അത് കിട്ടുമോന്നൊന്നും അറിയത്തില്ല. ഒരു പരലെങ്കിലും കിട്ടണേ. അതെ കിട്ടി. ഒരു മീൻ കിട്ടി. കവർ തരാം. ഒരു മീൻ കിട്ടി. കണ്ട, ഒരുവിധം മുഴുത്ത പരലാണേ. പുള്ളിക്ക് അതൊരു വീക്ക്നെസ്സാണ്, ഈ മീൻപിടുത്തം, ചൂണ്ടയിടിയിൽ, വല വീശലൊക്കെ. നേരത്തെ ഞങ്ങൾ പുഴയിൽ പോകുമ്പോൾ എൻ്റെ കയ്യിലും തരുമായിരുന്നു. ഈറ്റയിൽ വള്ളിയൊക്കെ കെട്ടി തരുമായിരുന്നു. പനിയൊക്കെ മാറിയതേ ഉള്ളൂ ഇതിന്. അതുകൊണ്ട് തണുപ്പൊന്നും അധികം അടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഈ തീരെ എടുത്ത് വന്നിരിക്കാൻ പറഞ്ഞിട്ടാണ് അത് കേൾക്കാതെ പോയി ചൂണ്ടയിടുന്നത്. ഇന്ന് ചൂണ്ടയെടുത്ത് ഞാൻ കണ്ടില്ല. ഇവിടെ വന്നപ്പോഴേ ഞാൻ കണ്ണ് ചൂണ്ടയൊക്കെ എടുത്തോണ്ട് ഇന്ന് വന്നേന്ന്. മഴ പെയ്തുകൊണ്ട് മീൻ കയറുമെന്നും പറഞ്ഞുകൊണ്ട്. അടുത്ത ഒരെണ്ണം കൂടെ കിട്ടിയിട്ടുണ്ട്. അതേ വലിപ്പമുള്ള പയറില്ല. ഇത് കാണിച്ചേ. രണ്ടെണ്ണം കിട്ടി. എനിക്ക് ഇച്ചിരി പണിയുണ്ട്, എന്നിട്ടേ ഉള്ളൂ. തീയൊക്കെ കത്തിച്ച് കട്ടൻ ചായക്കുള്ള വെള്ളം ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അന്നേരം നിഷ അവിടെ ടെൻറ്റ് വയ്ക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നു. ഞാൻ 5-6 മീൻ പിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടെൻറ്റ് വെച്ചിട്ട് കാണാവേ. ടെൻറ്റൊക്കെ സെറ്റ് ചെയ്തു. നിഷ കുളിയും കഴിഞ്ഞു. ഇനി ടെൻറ്റിൻ്റെ അകത്തേക്ക് എല്ലാ സാധനങ്ങളെല്ലാം കയറണം. ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ. പിന്നെ കട്ടൻ ചായ തിളപ്പിക്കാൻ വെച്ച വെള്ളം ഇതുവരെ തിളച്ച് തുടങ്ങിയില്ല. തീ അങ്ങോട്ട് കത്തുന്നില്ലെന്നേ, തണുപ്പ് കാരണം. അത്യാവശ്യം ഇരുട്ടായി. അതുകൊണ്ട് ഞങ്ങൾ ഉള്ളിവട കൊണ്ടുവന്നിട്ടുണ്ട്. ഉള്ളിവടയും ബോണ്ടയും. ബോണ്ടായ്ക്ക് വേണ്ടി പിടിപിടിയും കടിപിടിയൊക്കെ ഉണ്ടാക്കുന്ന ആളാണ് നിഷ. ബോണ്ടാന്ന് പറഞ്ഞാൽ പ്രാന്ത, ജീവനാ. ബോണ്ട നല്ല ബോണ്ട കേട്ടോ. നല്ല ടേസ്റ്റാണ് ആ കടയിലെ ബോണ്ടയ്ക്ക്. കട്ടൻ ചായയും ഉള്ളിവടയും. കട്ടച്ചായയും ബോണ്ടയും. നല്ല തണുപ്പാ അല്ലേ? സൂപ്പർ. തീ എന്നിട്ട് അവിടെയാണ് ഇന്ന്. തീന് നമുക്ക് ഇങ്ങോട്ട് കൂട്ടി കിട്ടിയില്ല. ഇവിടെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ടെൻറ്റിലേക്ക് ഒരു തീപ്പരി പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി തുള വീഴും. അവിടെ തീ മാറ്റി വെച്ച
പഠിക്കുന്നുണ്ടോ? ഫസ്റ്റ് നമ്മളൊന്ന് വീശി നോക്കി. ചൂണ്ടയിട്ട് 3-4 മീൻ പിടിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ പിന്നെ സന്ധ്യ കൊണ്ട് പിന്നെ കുളിക്കാനും ഒക്കെ പോയി. ഇപ്പോഴത്തെ വീശി നോക്കുവാണ്. മഴ പെയ്തുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതെ 2-3 പരലുണ്ട്. അയ്യോ, കുറച്ച് പൊടി മീനുണ്ട്. വീശണത് രാത്രി ആയതുകൊണ്ട് വെട്ടം കിട്ടില്ലേ, അതുകൊണ്ട് വീശണത് എടുക്കാത്തത്. ഇപ്പം ഒന്നൂടെ വീശിയേ, അതിൽ ഇച്ചിരൂടെ മീനുണ്ട്. ഒരുവിധം മുഴുത്ത പരലുകളൊക്കെയാണ്. രാത്രി പാതിരാത്രിയിലൊക്കെ വീശിയാലേ വലിയ മീൻ കിട്ടുള്ളൂ. ഇപ്പൊ കിട്ടിയ മീനാ. ഒരുവിധം മുഴുത്ത മീൻ. നമുക്ക് വല വീശി ഇത്ര മീൻ കിട്ടി. ഇത്ര മീനിന്റെ ആവശ്യമില്ല നമുക്ക്. 1 കിലോ ഉണ്ട്. 1 കിലോ മിച്ചം ഉണ്ട്. നല്ല കിടിലം കല്ലേമുട്ടികൾ. കല്ലേമുട്ടിയും പരലും പല പല മീനുകളും ഉണ്ട്. കല്ലേമുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തിയ കല്ലേമുട്ടിയാണ് ഇതൊക്കെ. ഇത്ര ഉള്ളൂ വലിപ്പം. നമ്മുടെ പതിവ് പരിപാടി തുടങ്ങി. മീൻ തേക്കലാണ്. ഇത് നല്ല അരമുള്ള നല്ല കല്ലാണേ. അതുകൊണ്ടാണ് നമ്മൾ ചാരമൊന്നും ഉപയോഗിക്കാത്തത്. കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ചാരമൊന്നും ഉപയോഗിക്കാത്തതെന്ന്. നല്ല അരമുള്ള കല്ലായതുകൊണ്ട് നല്ല ക്ലീനായി വരും. ഇതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് വറുക്കാൻ. മീൻ നല്ല ഭംഗിയായിട്ട് കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവനെ മസാലയൊക്കെ പുരട്ടി വെക്കണം. പിന്നെ കപ്പയാണ് ഇന്ന് വേവിക്കാൻ പോണേ. കപ്പ വേവിക്കണം. ഇന്ന് പുതിയ മസാല കൂട്ടാം. ഇന്ന് പച്ചക്കുരുമുളകും വെളുത്തുള്ളിയൊക്കെ അരച്ചതാണ്. പച്ചക്കുരുമുളക്, വെളുത്തുള്ളി, 2-3 കാന്താരി, ഉപ്പ്, കറിവേപ്പില എല്ലാം കൂടെ അരച്ചതാണ്. അങ്ങനെ മീൻ റെഡിയാക്കി വെച്ചിട്ട് വറുത്തില്ല. അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വെച്ചിട്ട് നിഷ കുത്തിയിരുന്ന് കപ്പ തൊലി പൊളിക്കുന്നു. ചെണ്ടക്കപ്പയാണ്. ചെണ്ടക്കപ്പയും മീൻ വറുത്തതും കാന്താരി മുളകും. കഴിഞ്ഞ ദിവസം നമുക്ക് കുറേ കാന്താരി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വീട്ടിൽ പോയായിരുന്നു. വീട്ടിൽ നിന്ന് കുറേ കാന്താരി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നല്ല കാന്താരിയാണ് കൊണ്ടുവന്നത്. കപ്പേനെ നന്നായിട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി. തീ കത്താൻ നല്ല പാടാണ് ഇന്ന്. മഴ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ്. കപ്പ അങ്ങനെ അടുപ്പേ കയറി. ശരിക്കും പറഞ്ഞാൽ ആ ഉള്ളിവടയിലാണ് പിടിച്ചു നിൽക്കുന്നത്. കപ്പയൊക്കെ വേഗം വെച്ച് കഴിഞ്ഞ സമയത്ത് ഞാൻ പോയി ഒരു ചൂണ്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുഷി പിടിക്കാൻ വേണ്ടി ചെറിയ പൊടി മീനെ കോർത്ത് ഒരു ചൂണ്ട ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തു. ഇത് കണ്ടോ, മുഷി പിടിക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുത്തു ചൂണ്ട.
കുത്തിയുണ്ടേ അല്ല എറിയുണ്ടയായിട്ട് കണക്ക് കൂട്ടാം. അപ്പം എന്തോടി ആ നല്ല സൂപ്പറായിട്ട് ഉണ്ട് കണ്ടോ. അങ്ങനെ കപ്പ വെന്തു. ഇനി മീൻ റെഡിയാക്കണം. കപ്പ വേവിക്കാൻ വേണ്ടി ഒത്തിരി സമയമെടുത്തു കേട്ടോ. കൈ നോക്കണേ, കാണിച്ചേ. ആ അടിപൊളിയായിട്ട് കപ്പ അങ്ങനെ മീനും അടുപ്പേ കയറി. മുളക് പൊടി ഉപയോഗിച്ചിട്ടേ ഇല്ല മീൻ റെഡിയാക്കാൻ. പകരം പച്ചക്കുരുമുളക്. മീൻ അങ്ങനെ നല്ല പാകമായിട്ട് വരുന്നു. സംഗതി കുറച്ച് നേരം മുമ്പ് പുഴയിൽ കൂടെ നീന്തി തുടിച്ച് നടന്ന മീനാണ്. പാവം എണ്ണയ്ക്കകത്ത് കിടന്ന് മൊരിഞ്ഞു വരുന്നു. വീട്ടിൽ നിന്ന് ഇച്ചിരി മുളക് ചമ്മന്തി അരച്ചുകൊണ്ട് വന്നതാണ്. സംഗതി എണ്ണയും കൊണ്ടുവന്നു. എണ്ണ കട്ടയായി. അത് അടുപ്പും കല്ല് വെച്ച് ചൂടാക്കാൻ വെച്ചിരിക്കുക. ആ എണ്ണ കട്ടയാണെങ്കിൽ ഇവിടുത്തെ തണുപ്പ് മനസ്സിലായില്ലേ. അങ്ങനെ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ റെഡിയായി. ഇതേ സംഗതി മീൻ വറുത്തത്, കപ്പ പുഴുങ്ങിയത്, കാന്താരി ചമ്മന്തി, കട്ടൻ ചായ. നല്ല ചൂടാ എല്ലാത്തിനും. നല്ല എരിവുണ്ട്. നല്ല എരിവാ കാന്താരിക്ക്. മീൻ കൊട്ടു നോക്കിയാ. ഞങ്ങൾ പയ്യെ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ്. ഭക്ഷണം ഒന്ന് കഴിച്ചു നോക്കട്ടെ, അങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. പുഴമീൻ്റെ ആ ഒരു രുചി, അത് ഒന്നൊന്നര രുചി തന്നെ. നല്ല അടിപൊളിയാണ്. ആ നല്ല സൂപ്പർ ടേസ്റ്റ്. വലിയ മീനിനെ എന്ന് പിടിക്കണമെന്ന് ഓർത്തുകൊണ്ട് വന്നാലും അന്നും വലിയ മീനെ കിട്ടത്തില്ല. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എന്നും വലിയ മീൻ കിട്ടുവാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് പാചകമൊക്കെ കഴിഞ്ഞ് വെളുപ്പാങ്കാലത്തൊക്കെ മീൻ പിടിക്കാൻ ഇറങ്ങുമ്പോഴാണ് വലിയ മീൻ കിട്ടുന്നത്. അതുകൊണ്ട് അത് കറി വെച്ച് കാണിക്കാനും പറ്റുന്നില്ല. വലിയ മീനെ കിട്ടിയാൽ ചുട്ടെടുക്കണമെന്നൊക്കെ പ്ലാൻ ചെയ്തു വരും. പറച്ചില് മാത്രമേ ഉള്ളൂ, കിട്ടത്തില്ല. കാന്താരിക്ക് നല്ല എരിവാ. അങ്ങനെയുണ്ട്. സൂപ്പർ ടേസ്റ്റാ, സൂപ്പർ ടേസ്റ്റ്. അങ്ങനെ മീൻ ചട്ടി കാലി. ചട്ടിയിലെ പൊടി വരെ തീർന്ന്. ഭക്ഷണം കഴിച്ച ക്ഷീണത്തിൽ നിഷയുടെ ഒക്കെ ഇരിപ്പ് വയ്ക്കും. മടുത്തോ നിഷ? രാത്രി നല്ല തണുപ്പായതുകൊണ്ട് നിഷ വന്ന പയ്യെ അടുപ്പിൻ ചോട്ടിൽ കയറി. ഞാൻ അതിൻ്റെ സൈഡിലും വന്നിരിപ്പുണ്ട്. നല്ല തണുപ്പാ, നല്ല കിടിലൻ തണുപ്പ്.
പിന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടത്തിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്തു വെച്ചോ. പിന്നെ ഒരു സസ്പെൻസായിട്ടൊരു കാര്യം പറയാനുള്ളത്, എന്തായാലും ഞങ്ങൾക്ക് സസ്പെൻസായിട്ട് വെച്ചിരിക്കുമായിരുന്നു, അത് പറയാൻ പോകാം. 1 മാസത്തെ ക്യാമ്പിങ് ഞങ്ങൾ ഒന്നിച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചേക്കുക. 1 മാസം അത് പുഴയിലും കാട്ടിലും വലിയ വലിയ മലകളുടെ മുകളിൽ കൂടെയും എല്ലാം വരും. 1 മാസം കണ്ടിന്യൂ എല്ലാ ദിവസവും. അപ്പോൾ ആ വരുന്ന ക്യാമ്പിംഗ് വീഡിയോകൾ കാണാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ. അതായത് ഒരു മാസത്തിന് വീട്ടിൽ കെട്ടിപ്പെറുക്കി പോവാന്ന്, 1 മാസം കഴിഞ്ഞിട്ടേ തിരിച്ച് വീട്ടിലേക്ക് ഉള്ളൂന്ന്, അത്രയേ ഉള്ളൂ. അത് തന്നെ. അത് ഈ നാട്ടിലും അല്ല, മാങ്കുളത്തല്ല, ഞങ്ങളുടെ നാട്ടിലാണ് പോകുന്നത്, ആ മേഖലയിലേക്ക്. 1 മാസത്തിന് ഞങ്ങളും ഞങ്ങളുടെ പൂച്ചക്കുട്ടിയും കൂടെ പോവുകയാണ്. 10 ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളേ. അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണിപ്പം. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ പോവുള്ളൂ. അതുവരെ തയ്യാറെടുപ്പുകൾ, ഓരോരോ സാധനങ്ങൾ മേടിക്കുന്നു, അങ്ങനെ ഓരോരോ സാധനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മൾ മാനസികമായും ശാരീരികമൊക്കെ ആയിട്ട് അതിനോട് ഒന്ന് വരണം, റെഡിയായിട്ട് വരണം. അതുകൊണ്ട് എന്തായാലും ഈ മാസം അവസാനം അടുത്ത മാസം ആദ്യത്തോടു കൂടി കാണും അല്ലേ. ഇന്ന് ഞങ്ങൾ റെഡിയാക്കും. ജീവിച്ച് നോക്കട്ടെ, കാട്ടിലും മേട്ടിലൊക്കെ കയറി എങ്ങനെയുണ്ടെന്ന് TV-യിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ തുടങ്ങിയൊരു ആഗ്രഹമാണ്. അതിങ്ങനെ സാധിക്കുമെന്നൊന്നും ഓർത്തില്ലായിരുന്നു കേട്ടോ. ഞാൻ മാസങ്ങൾ കാട്ടിൽ കിടന്ന് സർവൈവ് ചെയ്തിട്ടുള്ളതാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ്. വലിയ വലിയ മൃഗങ്ങളുള്ള കാട്ടിൽ ഞങ്ങൾ കുറച്ച് കൃഷി ചെയ്തായിരുന്നു. കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാലിമുളകിൻ്റെ കൃഷി. വനത്തിൻ്റെ നടുക്ക് ഒരു സ്ഥലം, ഒരു 5 ഏക്കർ സ്ഥലം പാട്ടത്തിനെടുത്ത്, വനത്തിൻ്റെ നടുക്ക് പട്ടയുള്ള ഒരു 18 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 5 ഏക്കർ ഞങ്ങൾ പാട്ടത്തിനെടുത്ത് അതിൻ്റെ അകത്ത് കൃഷി ചെയ്തു. 5 തവണ ഞങ്ങളുടെ വീട് ആന ഇടിച്ച് പള്ളക്കളത്തെ പിന്നെയാണ് പരിപാടി നിർത്തിയത്. ഞങ്ങൾ ഓരോ തവണ വീട് പണിയും, ഷെഡായിട്ടാണ് പണിയുന്നത്. ഷെഡ് പണിയും, അത് ആന ഇടിച്ച് പള്ളക്കളയും. ഞങ്ങളില്ലാത്ത സമയം നോക്കി ഇടിച്ച് പൊളിച്ചതാണ്. ഉള്ള സമയത്തോട്ട് വരുവോ ഇല്ല, ഷെഡ് മാത്രം തകർക്കുക, അതായിരുന്നു ആനയുടെ പരിപാടി. അങ്ങനെ ലാസ്റ്റ് അവിടെ നിന്ന് നിർത്തിപ്പോന്നു. അപ്പോൾ അത് നല്ലൊരു 1 വർഷം കാട്ടിൽ കിടന്ന് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കേട്ടോ. 2 പേരും കൂടെ പോവുകയാണ്. ചോറൂണൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് വീശിട്ടോ മീൻ. വലിയൊരു സാധനം കിട്ടി. ചോറൂണ് കഴിഞ്ഞപ്പോൾ വലിയത് കിട്ടുവാണെങ്കിൽ ചുടണം, വറക്കണം, കറി വെക്കണം, എന്നെയൊക്കെ ആഗ്രഹമായിരുന്നു. അത് ചോറുണ്ട് കഴിഞ്ഞപ്പോഴാണ് കിട്ടിയത്. തീരെ ചെറുതൊന്നുമല്ല കേട്ടോ, ഒരുവിധം നല്ല മുഴുത്തൊരു കുയിൽ കിട്ടി. അങ്ങനെ നിഷ ടെൻറ്റിൻ്റെ അകത്ത് ചാടി കയറിയിട്ടുണ്ട്. രാത്രി 12 മണിയായി. അതെ, രാത്രി 12 മണിയൊക്കെ ആയി. ചൂണ്ടയിലൊട്ടും മീനും കിട്ടിയില്ല. നിഷയ്ക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, എനിക്കും ഉറക്കം വരുന്നുണ്ട് അത്യാവശ്യം. അങ്ങനെ പയ്യെ ഒരു 2 മണിക്കൂർ മയങ്ങാന്ന് വെച്ചു. രാത്രി ഇടയ്ക്ക് ഞങ്ങൾ മീൻ പിടിക്കാൻ ഇറക്കും. വലിയ മീനെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ. രാത്രി ഇടയ്ക്ക് ഇറങ്ങി ഒരു 2 മണിക്കൂർ ഇടവിട്ട് ഞങ്ങൾ മീൻ പിടിക്കാൻ ഇറങ്ങും. അപ്പോൾ അതുവരെ ഒരു 2 മണിക്കൂർ ഒന്ന് ഉറങ്ങാൻ പോകുന്നു. അപ്പം ഇടയ്ക്ക് മീനെ കിട്ടുവാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ടീക്കേ. വിട്ടോട്ടെ.
സമയം ഇപ്പോൾ രാത്രി 1 മണിയായി. വല വീശാൻ വേണ്ടി ഒന്ന് പോയേക്കാന്ന് ഓർത്തുകൊണ്ട് ഇങ്ങനെ എഴുന്നേറ്റാ. വിഷേ എനിക്ക് വല പിന്നെ വീശിട്ടില്ല. എങ്ങനെയുണ്ടോ ഉറക്കം? ചൂടുണ്ടോ? തണുപ്പില്ല. ഇതിനകത്ത് നല്ല ചൂടാ. അപ്പം ഞങ്ങൾ പയ്യെ ഒന്ന് വല വീശിയിട്ട് വരട്ടെ. ഉണ്ടോ 2 സിലോപ്പി രാത്രി വല വീശിപ്പോൾ. ഒരുവിധം മുഴുത്ത 2 സിലോപ്പി കിട്ടിയിട്ടുണ്ട്. നേരം പരപരാ വെളുത്തു. ഇന്ന് പക്ഷേ കിളികളുടെ സൗണ്ടിന് പകരം മൊത്തം ചീവീടിൻ്റെ സൗണ്ടാണ് കേൾക്കുന്നത്. കരകര കരകര. ചീവീടെല്ലാം കൂടെ നിലവിളിയാണ് ഇന്ന്. ഉണ്ടോ നേരം വെളുത്ത് പയ്യ വെട്ടം വീണ് വരുന്നു. ഇന്ന് കിളികൾ കരയുന്നതിന് പകരം ചീവീട്. 6 മണി ആകുന്നതേ ഉള്ളൂ. പയ്യ വെട്ടം വീണതേ ഉള്ളൂ. ഇന്നലെ രാത്രിയിൽ മഴയും തൂളി, ചെറുതായിട്ട് മഴയും തൂളി. എന്തുമാത്രം ചീവീടായിരുന്നു കരയണേ, എൻ്റെ ദൈവമേ മതി. അടുപ്പിലെ തീയൊക്കെ കെട്ടു. ഇനി ചായ ഇടണമെങ്കിൽ നമ്മൾ തീ കത്തിക്കണം. രാവിലെ ഒന്ന് വീശി നോക്കാൻ വേണ്ടി പോണതാ. അത് നമ്മളവിടെ തീറ്റ ഇട്ടിട്ടുണ്ടായിരുന്നു. രാവിലെ വീട്ടിൽ കിട്ടിയത് ഒരു സിലോപ്പിയ. അതെ, സിലോപ്പി ഉണ്ട്. പിന്നെ ഇവിടെ ചെറിയ മീനുകളുണ്ട്. അതാണ് രാവിലെ നമുക്ക് കിട്ടിയത്. ഇന്നത്തെ വീശൊക്കെ തീർന്നിട്ടോ. ഇത് ലാസ്റ്റ് വീശായിരുന്നു. രാവിലെ വീശി കിട്ടിയ മീനാണ്. 1/2 കിലോ മീനുണ്ട്. 1/2 കിലോ ഇല്ല, അതിൻ്റെ അടുത്ത ഒരു 10-300 ഗ്രാം. നിഷ രാവിലെ തീയൊക്കെ പിടിപ്പിച്ച് കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. ഒരു കരിക്കഷ്ണം എടുത്തു തന്നെ അങ്ങോട്ടേ പല്ല് തേക്കാനാ. വേണ്ട, നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ സ്ഥലങ്ങൾ നോക്കി നല്ല അടിപൊളിയായില്ലേ. മുകളിലൊക്കെ നല്ല മഞ്ഞ. ഇന്നലെ ഇവിടെ രാത്രി വന്ന് നിന്നിട്ട് വെട്ടം കണ്ടത് അങ്ങ് ആ റബ്ബർ തോട്ടം പോലെ കാണുന്നിടത്ത് ഒരു വീട്, പിന്നെ ദേ മലയുടെ മണ്ടയ്ക്കൊരു വീട്. ഇതൊക്കെ പറമ്പാട്ടോ, മൊത്തം പറമ്പാ. ഈ ചുറ്റും കാണുന്ന എല്ലാം പറമ്പാ. കണ്ടോ, ഈ നിൽക്കുന്നൊക്കെ ജാതിയാ. കണ്ടാ പറമ്പാന്ന് തോന്നുകയല്ലെന്ന് മാത്രം. ഇന്നലത്തെ കപ്പ കുറച്ച് മിച്ചം വന്നേ. ഞാനത് ചൂടാക്കാൻ വേണ്ടി വെച്ചു. അതിനും ഒരാൾ പല്ല് തേക്കാൻ പോയിട്ടുണ്ട്. നമ്മൾ ആഹാര സാധനം തലേ ദിവസം ഉണ്ടാക്കിയത് മിച്ചമുണ്ടെങ്കിൽ രാവിലെ കഴിച്ചിട്ടേ പോകുള്ളൂ, കളയില്ല കേട്ടോ. കാരണം കുറേ ദൂരം നമുക്ക് പോകണ്ടേ. അതുകൊണ്ട് അല്ലെങ്കിൽ ആഹാര സാധനം എന്തിനാ വേസ്റ്റ് ചെയ്യണേ. അതുകൊണ്ട് കഴിക്കും. ഞാൻ കഴിച്ചില്ലെങ്കിലും ഉച്ച കഴിക്കും. രാവിലെ പല്ലൊക്കെ തേച്ച് സുന്ദരനാകുന്നുണ്ട്. മീനില്ല കേട്ടോ, മീൻ തീർന്നായിരുന്നു. ഇത് കപ്പയും കടിഞ്ചായയും വേണം.
രാവിലെ തന്നെ മിച്ചമുള്ള കപ്പയും കാന്താരി എല്ലാം കൂടെ കൂട്ടി ഒരു പിടുത്തം. അപ്പോൾ വീട്ടിലേക്ക് നടക്കാനുള്ള ഒരു ആരോഗ്യം കിട്ടും. ഇവിടുന്ന് ഒരു 2-3 കിലോമീറ്റർ നടക്കണം വീട്ടിലേക്ക്. വലിയ മീൻ ചാടി. ഒഴുക്കല്ലേ ഇവിടെ. ഇതാണ് നമുക്ക് മൊത്തം കിട്ടിയ മീൻ. ഒരു 1.5 കിലോ, മാക്സിമം പോയാൽ 2 കിലോ. അങ്ങനെ ഞങ്ങൾ ടെൻ്റൊക്കെ പൊളിച്ച് പാക്ക് ചെയ്ത് നിഷ അവിടെ ഇങ്ങനെ നിൽപ്പണ്ട. ഒരു സാധനം ഇവിടെ ഇട്ടിട്ടില്ല, ഒരു പേപ്പർ തുണ്ട് പോലും, കപ്പത്തൊലി അല്ലാതെ വേറെ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പയ്യെ വീട്ടിലേക്ക് പോകുന്ന ഭാഗമാണ്. ഇനിയിപ്പം അടുത്ത ക്യാമ്പിംഗ് വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ വന്നേക്കാം. ഇനി ഇത്രയും താമസിക്കില്ല. അത് പനി പിടിച്ചോണ്ട് പറ്റിപ്പോയതാ. പിന്നെ ഭയങ്കര ഇടിയും മഴയും, അതുകൊണ്ട് വരാതിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക. അത് തന്നെ. ടാറ്റാ. ഓക്കെ, ബൈ.